Good afternoon. ആരൊക്കെ ഇവിടെ ചോദിച്ചത് ഇനി ഉണ്ടോ മിസ് പറഞ്ഞില്ലേ അപ്പം ജസ്റ്റ് എന്റെ ഒരു അരമണിക്കൂർ കയറി മിസ് എടുത്തോന്നുള്ളൂ കേട്ടോ. കുറച്ച് പോർഷൻസ് തീരാനുണ്ടല്ലോ, ടീച്ചറിന് കുറച്ച് പോർഷൻ ഉണ്ട്, കുറച്ച് ഇതും ഒരു ചാപ്റ്റർ കൂടിയാണ് ഇരിക്കാനുള്ളത്. അത് കുഴപ്പമില്ല, ചെറിയൊരു ചാപ്റ്റർ ആണ്. കേട്ടായിരുന്നു അതെ. അപ്പൊ അതുകൊണ്ട് മിസ് ഒരു അരമണിക്കൂർ ഇങ്ങനെ ചോദിച്ച് പേടിച്ച് കയറിയതാണ് കേട്ടോ. കുറച്ച് പോർഷൻസ് കൂടുതലുള്ളത് കൊണ്ട് എടുക്കാനായിട്ടേ അതുകൊണ്ട് കയറിയതാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പൊ രാവിലെ മോർണിംഗ് ബാച്ചിലാണെങ്കിലും നമ്മൾ കുറച്ച് പാതിര മിസ്സിന്റെ കുറച്ച് തീരാണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് പോർഷൻ ഞാൻ കയറി എടുത്തു. ലാസ്റ്റ് നമ്മളെ എനിക്കൊന്ന് പെട്ടെന്ന് ക്ലാസ് തീർക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഒരു അരമണിക്കൂർ അതുകൊണ്ട് എക്സ്ട്രാ മിസ് കയറിയെന്നുള്ളൂ. നമുക്ക് ഒരു അരമണിക്കൂർ കിട്ടും. അപ്പൊ അതൊക്കെ നോക്കാം. നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോട്ടറി കളക്റ്റഡ് പറഞ്ഞില്ലേ? യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ, 4 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത പാരഗ്രാഫ് പറഞ്ഞായിരുന്നോ? അത്രയും 4 വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നോക്കിയേ. Should we save from potentially infectious material as well as for good hygiene practice? You should always use gloves when handling stained or contaminated laundry and should remove to change to clean gloves before handling clean laundry. എന്താണ് നമുക്കറിയാം ഈ ലോണ്ട്രി പറഞ്ഞതാ അല്ലെ? എനിക്ക് വായിച്ചപ്പോ തോന്നി ചാപ്റ്റർ ആണോ? ചാപ്റ്റർ നമ്മുടെ 4th മൊഡ്യൂളിലെ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആട്ടോ. ചാപ്റ്റർ ഏതാണ്? ചാപ്റ്ററിന്റെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ, പേജ് നമ്പർ എത്രയാണെന്ന് ഷെയർ ചെയ്തോളൂ. നമ്മൾ എടുക്കുന്നത് പെട്ടെന്ന് എടുക്കാലോ. 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് ലോണ്ട്രി ആൻഡ് ലിനൻ. 18th പേജ്. ഇത് പറഞ്ഞാട്ടോ അല്ലേ? അതായത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒരു ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ ആണ് നമുക്ക് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ധരിക്കണം? ഗ്ലൗസ് ധരിക്കണം. നമ്മൾ നേരെ ഡയറക്റ്റ് കൈ കൊണ്ട് എടുക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഗ്ലൗസ് ധരിക്കണം എന്ന് പറഞ്ഞു. ഹാൻഡ്ലിംഗ് ചേഞ്ച് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ട്രി, ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് ധരിക്കണം. പിന്നെ എന്താ, നമ്മളത് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ലോണ്ട്രി, തുണിത്തരങ്ങള് ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഗ്ലൗസ് നമ്മൾ ചെയ്യണം. എപ്പോഴാ? ബിഫോർ ഹാൻഡ്ലിംഗ് ക്ലീൻ ലോണ്ട്രി. ലോണ്ട്രി നമ്മൾ എടുക്കുമ്പോഴോ, ക്ലീൻ ആയിട്ടുള്ള ലോണ്ട്രി നമ്മൾ എടുക്കുമ്പോൾ, വസ്ത്രങ്ങള് തുണിത്തരങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ഗ്ലൗസ് ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ആവില്ലേ? ആ ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഗ്ലൗസ്, അത് ലോണ്ട്രി എടുത്ത ഗ്ലൗസും കൊണ്ട് വീണ്ടും ക്ലീൻ ലോണ്ട്രി കൈകാര്യം ചെയ്യുമ്പോൾ വീണ്ടും കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പെയിന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യണം. ഇത്രയും നമ്മൾ പറഞ്ഞതാണ് അല്ലെ? If a person has a contagious disease or in contact precaution, clothes should be washed separately. ഇനി എന്തെങ്കിലും കണ്ടാജിനസ് ഡിസീസ് ഉണ്ട് അല്ലെ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ലോത്ത്സ് എന്ത് ചെയ്യണം? വാഷ്ഡ് സെപ്പറേറ്റ്ലി, സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ സെന്റൻസ്. സെപ്പറേറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. അതായത് മറ്റുള്ള തുണികളുടെ കൂടെ അത് വാഷ് ചെയ്യാൻ പാടില്ല. നമ്മളും അങ്ങനെയല്ലേ? നമ്മൾ മെഷീനിൽ ഇടുമ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ പല തിരിച്ചിട്ടല്ലേ മെഷീനിൽ ഇടുന്നത്? എല്ലാം കൂടി ഒരുമിച്ചല്ല അല്ലേ? കുറച്ചടുപ്പുള്ളത് നമ്മൾ വെറുതെ വന്നിട്ട് ജസ്റ്റ് കുറച്ച് സമയം മതി അത് വാഷ് ചെയ്യാൻ അല്ലെ? എന്നാൽ കൂടുതൽ അടുപ്പുള്ളത് നമ്മൾ വേറിയിട്ട് കുറച്ചധികം സമയം, കണ്ടാജിനസ് എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളത്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള അങ്ങനെയുള്ള ലോണ്ട്രി നമ്മൾ എങ്ങനെ ചെയ്യണം? എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരിപ്പോ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, ഇൻഫെക്ഷൻ ഉള്ള ഒരാള്, പകരുന്ന രോഗങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആള് അയാളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ലോണ്ട്രി അതിനെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. മറ്റുള്ള തുണിത്തരങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടരുത്. അതാ പറഞ്ഞിരിക്കുന്നത്. The washing machine must be disinfected after washing. ഇനി എന്ത് ചെയ്യണം? അങ്ങനെ നമുക്ക് കണ്ടാജിനസ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള വ്യക്തികളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള, അതായത് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ
അങ്ങനെയുള്ള ലിനൻ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം? ഡിസിൻഫെക്റ്റഡ് ചെയ്യണം. ഡിസിൻഫെക്റ്റന്റ് നടത്തണം അല്ലെ, അണുവിമുക്തമാക്കണം വാഷിങ്ങിന് ശേഷം. അപ്പൊ അങ്ങനെയുള്ള തുണിത്തരങ്ങള്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങള് ലിനൻ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റഡ് ചെയ്യണം. അത് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് the washing machine must then be disinfected after washing. വാഷിങ്ങിന് ശേഷം വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്റ്റ് ചെയ്യണം. ഇനി നോക്കിയേ, സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് linen. All linen after use should be collected in each department or ward and segregated ചെയ്യാന്ന് വേർതിരിക്കുക into potentially infective and not potentially infected. എന്താണ് അത്? അതായത് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലെങ്കിൽ വാർഡിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള ലിനൻ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം അവിടെ നിന്ന് കളക്ട് ചെയ്ത ലിനൻസ് എന്ത് ചെയ്യണം? സെഗ്രിഗേറ്റ് ചെയ്യണം, വേർതിരിക്കണം. എങ്ങനെ വേർതിരിക്കണം? അത് എങ്ങനെയാണ്? ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളതും നോട്ട് പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് അല്ലെ, അതായത് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള തുണിത്തരങ്ങളായിട്ട് അതിന് എന്ത് ചെയ്യണം? അതിന് സെപ്പറേറ്റ് ചെയ്യണം, അതിന് സെഗ്രിഗേറ്റ് ചെയ്യണം. പ്ലേസ് stained linen, contaminated ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ എങ്ങനെ ചെയ്യണം? ആ തുണിത്തരങ്ങള് into a clearly labeled and leak-proof containers in the patient care area. അപ്പൊ അങ്ങനെയുള്ള തുണിത്തരങ്ങൾ വെക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്രത്യേക ബാഗോ ബക്കറ്റോ അങ്ങനെ ഒരു പ്രത്യേകം അത് എഴുതണം. ഇന്ന തുണിത്തരങ്ങൾ ഇൻഫെക്റ്റഡ് ലിനൻ. അപ്പൊ അങ്ങനെ നമ്മള് അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം, അത് ക്ലിയർ ആയിട്ട് ലേബിൾ ചെയ്യണം. പിന്നെ അതെങ്ങനെ? ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ, ലീക്ക് ഒന്നും പാടില്ല അല്ലെ, ലീക്ക് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് നിന്നൊക്കെ ലീക്ക് ചെയ്ത് പുറത്തേക്കൊക്കെ പോകാലോ. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിൽ ക്ലിയർലി ലേബിൾഡ് ചെയ്തിട്ട് പേഷ്യന്റ് കെയർ ഏരിയയിൽ വെക്കണം. അതായത് അതിന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Staff who collect, handle, dispose or transport soiled linen are at high risk. അപ്പൊ ഇങ്ങനെ ഇത് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള് അല്ലെ, ഈ തുണിത്തരങ്ങളൊക്കെ എടുത്തോണ്ട് പോകില്ലേ, വാഷ് ചെയ്യാനൊക്കെ എടുത്തോണ്ട് പോകുന്ന സ്റ്റാഫുകള്, അത് കളക്ട് ചെയ്യുന്ന സ്റ്റാഫ്, അത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ്, അത് ഡിസ്പോസ് ചെയ്യുന്നത്, നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്റ്റാഫ്, കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് സോയിൽഡ് ലിനൻ. ഇപ്പൊ നമ്മള് ഏതാണ് ഇപ്പൊ വാർഡിൽ നിന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന ആ സ്റ്റാഫുകള്, ഇവരൊക്കെ എന്താണ്? ഒരു ഉയർന്ന അപകട സാധ്യതയില്ലേ? അവരത് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയില്ലേ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ സ്റ്റാഫുകള് ഒക്കെ എന്താണ്? അതിലൊരു ഹൈ റിസ്ക് ആണെന്ന് അവര് മനസ്സിലാവുന്നുണ്ടോ പറയണേ? പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ലിനന് എന്ത് ചെയ്യണം? തുണിത്തരങ്ങളെ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളത്, അണുബാധയുള്ളത്, ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അങ്ങനെ നമ്മൾ അതിനെ ഇൻഫെക്ഷൻ ഉള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആ ലിനൻ ബാഗിലോ ബക്കറ്റിലോ ഒക്കെ നമ്മൾ ആ പേഷ്യന്റ് കെയർ ഏരിയയിൽ ക്ലിയർ ആയിട്ട് ലേബിൾ ചെയ്ത് ലീക്ക് പ്രൂഫ് കണ്ടെയ്നറിൽ അത് വെക്കണം. ഇനി അത് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകളില്ലേ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത്, അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ലിനൻ അത് കൊണ്ടുപോകുന്ന സ്റ്റാഫുകളൊക്കെ എന്താണ്? ഹൈ റിസ്ക് ആണ്. വെച്ചാൽ അവർക്ക് എന്താ പറയാ, ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലല്ലേ, എപ്പോഴും ഈ മലിനമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നോക്കിയേ, സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻ. Sanitizing washing machine. In order to prevent cross-contamination, every washer be sanitized at least once a day. Underline ചെയ്യണം കേട്ടോ. നമുക്ക് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ മൈക്രോബ്സ് ഫ്രം വൺ പേഷ്യന്റ് ടു അദർ അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ്, ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് എല്ലാ വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം? സാനിറ്റൈസ്ഡ്. എത്ര പ്രാവശ്യം ചെയ്യണം? സാനിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ദിവസത്തില് ഒരു പ്രാവശ്യമെങ്കിലും സാനിറ്റൈസ് ചെയ്യണം. വാഷിംഗ് മെഷീൻ സാനിറ്റൈസ് ചെയ്യണം. ക്ലിയർ ആയോ?
ക്രോസ് കണ്ടാമിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാഷറും ദിവസത്തില് ഒരു പ്രാവശ്യമെങ്കിലും സാനിറ്റൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ എന്നുള്ളതൊന്നും ദിവസത്തിൽ ഒരിക്കലെങ്കിലും സാനിറ്റൈസ് ചെയ്യണം. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കിയാൽ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ CSST-ലൊക്കെ പഠിച്ചില്ലേ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചില്ലേ? അതുപോലെ ലിനൻ തുണിത്തരങ്ങൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് വിതരണം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അതിന്റെ സംവിധാനമാണ് പറയുന്നത് കേട്ടോ. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പൊ ക്ലീൻ ചെയ്തിട്ടുള്ള ഈ തുണിത്തരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വിതരണം ചെയ്യണം. അത് ഏതെല്ലാം രീതിയിലൂടെയാണ്? ഫസ്റ്റ് വരുന്നത് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഏതാണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. രണ്ടാമത്തെ ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. മൂന്നാമത്തെ മിക്സ്ഡ് ലിനൻ സർവീസ്. പേര് പോലെ തന്നെയാണ്. ഓക്കെ, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ എന്താണ്? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇഷ്യൂയിങ് ഓഫ് ലിനൻ and linen circulation is usually controlled by a central room. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ആരാ കൺട്രോൾ ചെയ്യുക? ഒരു സെൻട്രൽ റൂം ആണ് അതിന്റെ ലിനൻ സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു സെൻട്രൽ റൂം, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള, അതാണ് ഒരു സെന്റർ ആണ്. അവിടെ എന്താണ് വെച്ചിട്ട് അവിടെ നിന്നാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ സെന്റൻസ് തരൂ കേട്ടോ. എന്നിട്ട് ഏത് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണെന്ന് ചോദിക്കാം. ക്ലിയർ അല്ലേ? Issuing of linen and the linen circulation is usually controlled by the central room. ഒരു സെൻട്രൽ റൂം ആണ് കൺട്രോൾ ചെയ്യുന്നത്. This facilitate a better control over the staff. ഇതെന്താണ്? ആ സ്റ്റാഫിന് ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ, അതിനുള്ള സൗകര്യം ഒരുക്കുന്നു. This facilitate a better control over the staff. സ്റ്റാഫുകൾക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ കൊടുക്കുമ്പോൾ എല്ലായിടത്തും സ്റ്റാഫിന്റെ കണ്ണെത്തണം അല്ലേ? ഇത് സ്റ്റാഫിന്റെ മേൽ മികച്ച ഒരു നിയന്ത്രണം നൽകുന്നു. അതായത് സ്റ്റാഫിന്റെ കൺട്രോളിലായിരിക്കും ഫുള്ളും. കണ്ടോ? സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യാൻ സ്റ്റാഫിന്റെ ഒരു കൺട്രോളിലാണ്, ഒറ്റ സ്ഥലത്തുള്ളൂ. അവിടെ ഒരു സെൻട്രൽ റൂം ഉണ്ട്, അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒന്നാമത്തെ നോക്കിയ ഡീസെൻട്രലൈസ്ഡ്. അപ്പൊ അതെങ്ങനെയായിരിക്കും? പല യൂണിറ്റിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, decentralized linen service under the system, the different units such as ward, operation theatre, etc. allotted 50 needed quantities of linen articles. കണ്ടോ? ഇവിടെ എന്താ പറഞ്ഞേക്കണത്? പല പല യൂണിറ്റ് ആയിരിക്കും ഇത്. ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്, അങ്ങനെ പല യൂണിറ്റ്. ഇവിടെ അവർക്കൊരു ക്വാട്ട ഉണ്ടായിരിക്കും. ഏതൊക്കെ യൂണിറ്റിലേക്ക് എത്ര എണ്ണം വേണം അതിനൊരു ക്വാട്ട ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് എത്ര എണ്ണം വാർഡിലേക്ക്, എത്ര എണ്ണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, അങ്ങനെ. അതായത് അവിടെ നിന്നാണത് നീഡ്സ് ഓഫ് ക്വാട്ട അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് യൂണിറ്റിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. നമ്മൾ അത് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് എന്താ, വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള വ്യത്യസ്ത യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ലിനന്റെ ക്വാട്ടകൾ കൊടുത്തേക്കുക. അവിടെ നിന്നായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണ്? ആ സെന്റൻസ് തരും, വൈകാട്ടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആ സെന്റൻസ് തന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാ വന്നേന്ന് തന്നെ ചോദിച്ചത് കേട്ടോ. അത് ഏതിലാ വരുന്നെന്ന്. വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള വ്യത്യസ്ത യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ലിനൻ അതിന്റെ ഒരു ക്വാട്ട അനുവദിക്കും. അവിടെ നിന്നാണ് അത് കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലത്? ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ട്, ആ യൂണിറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യും. are allotted with the needed quota of linen articles. അവരാണ് അത് അനുവദിക്കുന്നത്. ഓക്കെ, പല യൂണിറ്റിലേക്ക് അനുവദിച്ചു കൊടുക്കും. ഇനി മൂന്നാമത്തെയാണ് മിക്സ്ഡ് ലിനൻ സർവീസ്. അപ്പൊ അതെങ്ങനെയായിരിക്കും? മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? രണ്ടിന്റെ മിക്സ് ആയിരിക്കും അല്ലേ? Okay, linen supply to certain special areas are done on basis of decentralization. ചില പ്രത്യേക ഏരിയകളിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? ഡീസെൻട്രലൈസേഷൻ രീതിയിലായിരിക്കും, വികേന്ദ്രീകൃതമായിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് രീതിയിലായിരിക്കും. ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഏരിയ, ബാക്കി ഏരിയയിൽ അവരെന്താ ഫോളോ ചെയ്യുന്നത്? സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ. അതായത് കുറച്ച് സ്ഥലത്ത് ഡീസെൻട്രലൈസ്ഡും കുറച്ച് ഏരിയയില്, ബാക്കിയുള്ള ഏരിയയില് ഏതാ? സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈയും ആയിരിക്കും. രണ്ടിന്റെയും കൂടി മിക്സ് ആണ്. ക്ലിയർ ആയോ? രണ്ടിന്റെയും കൂടി മിക്സ്ഡ് ആണ്. പേരിൽ തന്നെ അറിയാലോ, മിക്സ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. അത് മൂന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അത് തന്നിട്ട് അത് ഏതിൽ വരാമെന്ന് ചോദിക്കാം.
The linen used in our hospital service make a huge effect on the quality of the care provided. ഇല്ലേ? ഹോസ്പിറ്റലില് നമ്മള് ലിനൻ ആ തുണിത്തരങ്ങൾ അത് നല്ല ക്ലീൻ ആണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റൽ നൽകുന്ന സർവീസ് അത് ക്വാളിറ്റി ഓഫ് കെയർ നല്ലൊരു ക്വാളിറ്റി കെയർ അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റൂലേ? ഗുണനിലവാരത്തിൽ ആ ലിനൊരു പങ്കില്ലേ? ഇല്ലേ? നമ്മുടെ ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു വലിയൊരു എഫക്റ്റ് ഉണ്ട്. ഏത് ഹ്യൂജ് എഫക്റ്റ് ഏതിന്? ഹോസ്പിറ്റൽ ലിനന് അല്ലെ? ഹോസ്പിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് അതും നല്ല നീറ്റ് ആവണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ക്വാളിറ്റി കെയർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു പ്രത്യേക പങ്കുണ്ട്. Linen used in our hospital services make a huge effect on quality of care provided. Every hospital needs to have 6 sets of linen for each bed. Underline cheyidota sentence. Every hospital needs to have a 6 set of linen. Ella hospitalilum etra set linen vedam? Exam chodikkarundu ട്ടോ. Etra set vende? Etra set venam? 6 set. 6 set വേണം. 6 set of linen. അത് ഇത് ഏതൊക്കെയാണ് നോക്കിയേ? 6 set of linen rotation for 1 inpatient bed at a time. അതായത് ഒരു ഇൻപേഷ്യന്റ് ബെഡില് 6 സെറ്റ് വേണം തുണി. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആണ്, ഒരു ഇൻപേഷ്യന്റിന് എത്ര സെറ്റ് വേണം തുണി? നമ്മൾ ഉള്ളത് തന്നെ വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയോ? പറ്റൂല അല്ലെ? നമുക്കില്ലേ ഒരുപാട് സെറ്റുകൾ എക്സ്ട്രാ നമ്മളില്ലേ? നമുക്കില്ലേ? ഇപ്പൊ ഈ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ് മാത്രമുള്ളോ? നമ്മൾ എക്സ്ട്രാ വെക്കൂലേ? അതുപോലെ ഒരു ഇൻപേഷ്യന്റിന് എന്ത് വേണം? 6 സെറ്റ് ലിനൻ വേണം. കറക്റ്റ് റൊട്ടേഷന് അതും അണ്ടർലൈൻ ചെയ്തോട്ടോ. 6 set of linen rotation for 1 inpatient bed at a time. 1 set. ഇനി നോക്കി, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പറയുന്നത്? 1 sheet plus 1 pillow cover. അതാണ് ഒരു സെറ്റ് ലിനൻ എന്ന് പറയുന്നത്. അതും അണ്ടർലൈൻ ചെയ്യും. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1 set equal 1 sheet plus 1 pillow cover. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്യല്ലേ? ഓക്കെ. 1 സെറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. 1 പില്ലോ കവറുമാണ്. 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ ആണ് ഒരു സെറ്റ്. ഇനി നോക്കിയേ റൊട്ടേഷൻ എങ്ങനെയാ നോക്കിയേ? 2 set for. അപ്പൊ 6 സെറ്റ് എന്ന് പറഞ്ഞില്ല, അതിന് 2 set for wash. വാഷിന് 2 സെറ്റ്. അതെങ്ങനെയാ? 1 bedsheet on the way to the laundry. ഒരു ബെഡ്ഷീറ്റ് ലോണ്ടറിയിലേക്കുള്ള വെയില് അലക്കാൻ കൊണ്ടുപോകൂലേ? ആ ഒരു വെയിലായിരിക്കും ഒരു ഷീറ്റ്. And then okay, 1 sheet already in the laundry washing cycle. ഒരു സെറ്റ് ലോണ്ടറിയിലാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായോ? 2 set for wash എന്ന് മനസ്സിലായോ? ഒരെണ്ണം വാഷ് ചെയ്യാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, ഒരെണ്ണം ഓൾറെഡി ലോണ്ടറിയുടെ വാഷിംഗ് സൈക്കിളിൽ ഉണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ഒരെണ്ണം അലക്കാനായിട്ട് എടുത്തോണ്ട് പോകില്ലേ, ഒരെണ്ണം വാഷിംഗ് മെഷീനിൽ അലക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 2 സെറ്റ് ആയില്ലേ? യെസ്. അടുത്ത് നോക്കിയാൽ 2 set in use. 2 സെറ്റ് ഉപയോഗിക്കാൻ തയ്യാറായിരിക്കണം. എങ്ങനെയാ? 1 bedsheet should be already on the bed. ഒരെണ്ണം ബെഡ്ഷീറ്റ് ബെഡിൽ ഉണ്ടായിരിക്കണം. ബെഡിൽ വിരിക്കൂലേ? ഒരു ഷീറ്റ് ഓൾറെഡി on the bed, ബെഡിൽ വിരിച്ചിരിക്കണം. While 1 should be already to be used. ഒരെണ്ണം ഉപയോഗിക്കാൻ തയ്യാറായിട്ട് കഴുകി മടക്കി വെച്ചേക്കുന്നത് ഒരെണ്ണം വേണം. അപ്പൊ 2 എണ്ണമായോ? ഒരെണ്ണം പേഷ്യന്റ് കിടക്കുന്ന ബെഡിൽ വിരിക്കണം, ഒരെണ്ണം അവർക്ക് അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഒരെണ്ണം നമ്മൾ ഇപ്പൊ അതെന്തെങ്കിലും പെട്ടെന്ന് വെള്ളം എന്തെങ്കിലും വീണു അത് പെട്ടെന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ഒരെണ്ണം ഓൾറെഡി അവിടെ ഉപയോഗിക്കാൻ തയ്യാറാക്കി അവിടെ വെക്കണം. ക്ലിയർ ആയോ? രണ്ടാമത്തെ. ഇനി നോക്കിയേ മൂന്നാമത്തെ നോക്കിയ എന്താ? 2 സെറ്റ്. 2 സെറ്റ് സ്റ്റോക്കും വേണം. ഇത് കൂടാതെ 2 സെറ്റ് ഓൾറെഡി അവിടെ സ്റ്റോക്ക് വേണം. ക്ലിയർ ആവുന്നില്ലേ പറയണേ? അപ്പൊ അങ്ങനെ 6 സെറ്റ് ആയില്ലേ? 2 സെറ്റ് വാഷ് ചെയ്യാനായിട്ട്, ഒരെണ്ണം വാഷ് ചെയ്യാൻ കൊണ്ടുപോകുന്നു, ഒരെണ്ണം ലോണ്ടറിയുടെ വാഷിംഗ് മെഷീനിൽ കിടക്കും. 2 എണ്ണം ഉപയോഗത്തിന് തയ്യാറായിട്ടിരിക്കണം. അതായത് ഒരെണ്ണം ബെഡിൽ വിരിച്ചേക്കണം, ഒരെണ്ണം എന്താണ് എപ്പോഴും വിരിക്കാൻ തയ്യാറായിട്ട് റെഡി ടു ബി യൂസ്, ഉപയോഗത്തിന് തയ്യാറായിട്ട് ഒരെണ്ണം വെക്കണം. അടുത്ത് നോക്കിയേ 2 set in stock. 2 സെറ്റ് സ്റ്റോക്ക് ചെയ്തിരിക്കണം. ക്ലിയർ ആയില്ലേ? അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ.
ഇനി അടുത്ത് നോക്കിയ ചലഞ്ചസ്. ഇനി ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് ആ ഒരു സർവീസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ് നോക്കിയേ. നമ്മൾ ഓരോന്ന് പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ചലഞ്ചസ് അവിടെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരിക്കാം ഈ ലോണ്ടറി ലിനൻ ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് നോക്കിയേ. ദ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസസ് some major challenges they are. എന്തൊക്കെയാണ് ചലഞ്ചസ് വരുന്നത്? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്, നഷ്ടപ്പെടാം, മോഷ്ടിച്ചുകൊണ്ടുപോകാൻ ആർക്കെങ്കിലും കുറേ ഇല്ലേത് ഒരുപാട് ഒന്നോ രണ്ടോ തുണി അല്ലല്ലോ അവര് വാഷ് ചെയ്യാൻ കൊണ്ടുപോകണേ, കെട്ടുകളായിട്ടായിരിക്കും കൊണ്ടുപോകുന്നത് അല്ലെ, ഒരു ബണ്ടിലായിരിക്കും. അപ്പൊ അതിന് ആർക്കെങ്കിലും ഒക്കെ മോഷ്ടിച്ചോണ്ട് പോകാൻ ഒരു ബെഡ്ഷീറ്റ് അതിൽ നിന്ന് വലിച്ചോണ്ടോ, ഒരു പില്ലോ കവർ വലിച്ചോണ്ടോ അല്ലെ, അല്ലെങ്കിൽ ഒരു യൂണിഫോം എടുത്തോണ്ട് പോകാം. അങ്ങനെ മോഷണം സംഭവിക്കാം, അതൊരു ചലഞ്ചാണ്. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്, ലിനൻ നഷ്ടപ്പെടാം അല്ലെങ്കിൽ മോഷണം പോകാം. രണ്ടാമത്തെ നോക്കിയാൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, അടുത്തൊരു ചലഞ്ചാണ്. ഈ തുണിത്തരങ്ങൾക്കൊക്കെ എന്താ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ വരാൻ പാടില്ലേ? ഹോസ്പിറ്റലിൽ അക്വേർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, അത് വരാൻ അതൊരു ചലഞ്ചാണ്. അടുത്ത് നോക്കിയേ ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്. അടുത്ത് നോക്കിയേ എന്തിന്റെ കുറവാ? ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്, നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറി പ്രോസസ്സിന്റെ അഭാവം. പ്രോപ്പർ ആയിട്ട് നമ്മുടെ വെറുതെ ഒന്ന് അലക്കി കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല അല്ലെ, പ്രോപ്പർ ആയിട്ട് നല്ല ഹൈജീനിക് പ്രോസസ്സ് വേണം അവിടെ. അതിന്റെ കുറവ് നമുക്ക് ചലഞ്ച് അല്ലേ? നമ്മൾ വെറുതെ അലക്കി കൊടുത്താൽ അതിനകത്ത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ, ക്രോസ് കണ്ടാമിനേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു നല്ല ഹൈജീനിക് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിന്റെ കുറവ് മനസ്സിലാവില്ലേ? വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്, അതിന്റെ ഒരു അഭാവം, കുറവ്. അടുത്ത് നോക്കി ഹൈ കോസ്റ്റിന് ഉയർന്ന ചെലവ്, ഇങ്ങനെ ചെലവ് കൂടുതലല്ലേ, അതും ഒരു ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ്, കോസ്റ്റ് കൂടുതല്. അടുത്ത് നോക്കിയ ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. ഇനി ഈ ലോണ്ടറി മെഷീൻസ് ഇല്ലേ, അലക്കാനൊക്കെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള മെഷീൻസ് അവിടെ ഉപയോഗിക്കുന്ന മെഷീൻസ്, അതിന് ബ്രേക്ക് ഡൗൺ, എന്തെങ്കിലും തകരാൻ വരാം, അതും ചലഞ്ചസ് ആണ്. എന്തൊക്കെയാണ് നോക്കിയേ? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്, നഷ്ടപ്പെടാം അല്ലെങ്കിൽ മോഷണം പോകാം, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ വരാം, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ കുറവ്, പിന്നെ ഉയർന്ന കോസ്റ്റ്, ലോണ്ടറി മെഷീൻസ് ബ്രേക്ക് ഡൗൺ ആവാം, തകരാറിലാകാം. ക്ലിയർ ആണോ? ചലഞ്ചസ് ടിക്കിട്ട് വെച്ചോട്ടോ, അത് ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടല്ലേ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ഏരിയകളൊക്കെയാണ് കൂടുതൽ നിങ്ങളോടൊന്ന് നോട്ട് ചെയ്തിടാൻ പറയുന്നത്, ബാക്കിയൊക്കെ വായിച്ച് മനസ്സിലാക്കണം. റൊട്ടേഷൻ ആണോ? അത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, അതാ ഞാൻ പറഞ്ഞേക്കുന്നത്. രണ്ട് സെറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ അത് എന്താ മീൻ ചെയ്യണേന്ന് വേണമെങ്കിൽ ചോദിക്കാം. ടു സെറ്റ് യൂസ് എന്ന് പറഞ്ഞ എന്താ? ഒരെണ്ണം വെട്ടിൽ വേണം, ഒരെണ്ണം നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറായിരിക്കണം. റൊട്ടേഷന്റെ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അറിയാലോ നിങ്ങൾക്ക്. കാര്യം മനസ്സിലായില്ല എന്താണ്? കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. ഈ ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി നമ്മൾ ആ ചാപ്റ്റർ കഴിട്ടോ. Hospital laundry service is responsible for providing safe, clean, ample and timely application of linen to user unit of the hospital. എങ്ങനെയാ? At the right time, right quality, right place. അത് ചോദിക്കാം കേട്ടോ. അതായത് ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്താണ്? ഫോർ പ്രൊവൈഡ് ചെയ്യാണ്. എങ്ങനെ? സുരക്ഷിതമായിട്ട് അല്ലെ, സേഫ് ആയിട്ട്, ക്ലീൻ ആയിട്ട്, വൃത്തിയുള്ളതായിട്ട്, ആമ്പിൾ മതിയായ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ പാർട്ടിലേക്കും ഒക്കെ ആവശ്യത്തിനുള്ള ആൻഡ് ടൈംലി, ആ കറക്റ്റ് സമയബന്ധിതമായി ഓഫ് ലിനൻ അത് കൊടുക്കുകയാണ്, പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെയാണ് ഹോസ്പിറ്റലില് ശരിയായ സമയത്ത് ശരിയായ ക്വാളിറ്റിയില് ഗുണനിലവാരത്തോടു കൂടി ശരിയായ സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യുക, കൊടുക്കുക. അതാണ് ഒരു റെസ്പോൺസിബിലിറ്റി, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ റെസ്പോൺസിബിലിറ്റി. കിട്ടിയോ? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് is responsible for dash, പ്രൊവൈഡിങ് സേഫ്
അല്ലെങ്കിൽ എന്താ ചോദിക്കുക അവിടെ ആ സേഫ് അതൊക്കെ അത് ബ്രാക്കറ്റ് ഡാമിച്ചിട്ട് ചോദിക്കുക കേട്ടോ. പ്രൊവൈഡിങ് ഡാഷ് എന്താണ് സേഫ് ക്ലീൻ ആംബിൾ ആൻഡ് ടൈംലി ആപ്ലിക്കേഷൻ ഓഫ് ലീനൻ. ഓക്കെ, ആർക്കാണ് യൂസർ യൂണിറ്റ്, അത് ഉപയോഗിക്കുന്ന യൂണിറ്റിലേക്ക്, ഹോസ്പിറ്റലിൽ അത് ഉപയോഗിക്കുന്ന യൂണിറ്റിലേക്ക് ശരിയായ സമയത്ത് ശരിയായ ക്വാളിറ്റിയില് ഗുണമേന്മയോടുകൂടി ശരിയായ പ്ലേസില് പ്രൊവൈഡ് ചെയ്യുന്നത്. Every healthcare department has the aim of making sure their patients are comfortable and ultimately thus that they are safe and healthy. ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിനും എന്തുണ്ട്, എന്താ അവരുടെ എയിം എന്ന് പറയുന്നത്? Every healthcare department has the aim, എന്താ ലക്ഷ്യം? Of making sure their patients are comfortable. അല്ലേ? ആ പേഷ്യൻസ് കംഫർട്ടബിൾ ആയിരിക്കണം, അവര് സുഖപ്രദമായിരിക്കണം, അവര് സേഫ് ആയിരിക്കണം, അവര് ഹെൽത്തി ആയിരിക്കണം. അതാണ് എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു എയിം എന്ന് പറയുന്നത്. അല്ലേ? ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പേഷ്യൻസ്, അവിടെ വരുന്ന അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആത്യന്തികമായിട്ട് അവർ സുരക്ഷിതരും ഹെൽത്തി ആണ്, അവർ കംഫർട്ടബിൾ ആണ് എന്ന് ഷുവർ ചെയ്യാതാണ്, ഉറപ്പ് വരുത്തുന്നതാണ് എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും എയിം എന്ന് പറയുന്നത്. അതിനല്ലേ, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെ ഒരു സർവീസ് തന്നെ അല്ലേ? അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Every care department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. ക്ലിയർ ആയോ? ചാപ്റ്റർ കഴിഞ്ഞിട്ടോ. ഇനി ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് വരുന്നത്, അതും എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ഹൗസ് കീപ്പിംഗ് ആണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് കുറച്ചൊന്നും എടുത്തോളൂ, ഒരു അരമണിക്കൂറല്ലേ നമുക്ക്. നെക്സ്റ്റ് ചാപ്റ്റർ ഹൗസ് കീപ്പിംഗ് സർവീസ് കേട്ടോ. ക്ലീൻനെസ് ഒക്കെ അടിക്കല്, ഹോസ്പിറ്റലിലെ ക്ലീനൊക്കെ അത് ഇതുപോലെ തന്നെയൊക്കെ വന്ന ബന്ധപ്പെട്ട് തന്നെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ക്ലീനിങ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ്. ഹോസ്പിറ്റലിലൊക്കെ അടിച്ചുവാരലൊക്കെ നടത്തൂലേ അല്ലേ? ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യും, ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം കുറച്ചും കൂടി ക്ലീൻ ചെയ്യും, റൂമും കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് പറയുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? അതിനകത്ത് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നോക്കണം. അതും എക്സാമിന് ചോദിക്കാൻ ഈ കാസ്റ്റ് സെക്ഷനിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആ 3 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ അത് പറഞ്ഞു, ഓരോ നമുക്ക് ഈ വാഷിങ്ങിന് ശേഷം നമ്മൾ ഇൻഫെക്ഷൻ ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനനൊക്കെ വാഷ് ചെയ്തതിനു ശേഷം ആ ക്രോസ് കണ്ടാമിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാഷിംഗ് മെഷീനും എവരി വാഷർ എന്ത് ചെയ്യണം? ബി സാനിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സാനിറ്റൈസ് ചെയ്യണം. പിന്നെ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പറഞ്ഞത്. പിന്നെ എന്താണ് അത് വേണം, എല്ലാ ഹോസ്പിറ്റലിലും 6 സെറ്റ് ലിനൻ വേണം. സെഗ്രിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വേർതിരിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. സെഗ്രിഗേറ്റ് ചെയ്യും. എവരി ഹോസ്പിറ്റൽ നീഡ് ടു ഹാവ് 6 സെറ്റ് ഓഫ് ലിനൻ. അത് നോട്ട് ചെയ്യണം. 6 സെറ്റ് എന്ന് പറയുന്നത് ഓക്കെ, 6 സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണേ. 2 സെറ്റ് ഫോർ വാഷ്, 2 സെറ്റ് ഇൻ യൂസ്, 2 സെറ്റ് ഇൻ സ്റ്റോക്ക്. അപ്പൊ 6 സെറ്റ് ആയില്ലേ? ഓക്കെ, അത് ഏതൊക്കെയാന്ന് നോക്കണം. പിന്നെ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? 1 ഷീറ്റ് പ്ലസ്, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 1 സെറ്റ് ഈക്വൽ ഡാഷ്, എന്നിട്ട് അത് വേറെ ഓപ്ഷൻസ് ഇട്ട് തരും. 2 ഷീറ്റ്, 2 പില്ലോ കവർ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. 1 സെറ്റ് എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കാം. 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ, അതാണ് ഒരു സെറ്റ്. പിന്നെ 6 സെറ്റിന്റെ അക്കോമഡേഷൻ 2 സെറ്റ് ഫോർ വാഷ്, 2 സെറ്റ് ഇൻ യൂസ്, 2 സെറ്റ് ഇൻ സ്റ്റോക്ക്, 2 സെറ്റ് സ്റ്റോക്കും വേണം. പിന്നെ ചലഞ്ചസ് ആണ് പറഞ്ഞു കേട്ടോ. അത് ആ ബോക്സിൽ നോട്ട് ചെയ്തിരിക്കാം. പിന്നെ റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്. സേഫ് ക്ലീൻ ആംബിൾ ആൻഡ് ടൈംലി ആപ്ലിക്കേഷൻ ഓഫ് ലിനൻ.
to the user needs of the hospital. അതെങ്ങനെയായിരിക്കണം? ശരിയായ സമയത്ത്, ശരിയായ ക്വാളിറ്റിയില്, ശരിയായ പ്ലേസിൽ, സ്ഥലത്ത് കൊടുക്കണം. ഇനി ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം തന്നെ എന്താ? അവരുടെ പേഷ്യൻസ് അല്ലെ, ഇവിടെ വരുന്ന പേഷ്യൻസ് കംഫർട്ടബിൾ ആയിരിക്കുക, അവര് സേഫ് ആയിരിക്കുക, അവര് ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ്. അതിനാണ് ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ ചാപ്റ്റർ? എളുപ്പമുള്ള ചാപ്റ്റർ ആയിട്ടില്ലേ? പെട്ടെന്ന് കേൾക്കാം അല്ലേ? ഈ ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ, അതും ചെറിയൊരു ചാപ്റ്റർ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.